കർണാടകയിൽ മലയാളിയെ കാണാതായ സംഭവവുമായി ബന്ധപ്പെട്ട ഇപ്പോൾ മുഖ്യമന്ത്രി അടിയന്തര ഇടപെടൽ നടത്തിയിരിക്കുകയാണ്. അടിയന്തര ഇടപെടൽ നടത്തുന്നതിന് വേണ്ടി ചീഫ് സെക്രട്ടറിക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നു. വിവരങ്ങളുമായി ഷീജ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ഷീജ, സംഭവം ശ്രദ്ധയിൽപ്പെട്ടതിന് ഉടൻ തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാകുന്നു. എന്തൊക്കെയാണ് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നതിന്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും അഞ്ജന, ഏതായാലും വിഷയം ശ്രദ്ധയിൽപ്പെട്ടുടൻ തന്നെ അടിയന്തര ഇടപെടൽ തന്നെയാണ് വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേണ്ട അടിയന്തര ഇടപെടൽ നടത്തുവാൻ വേണ്ടി ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ചീഫ് സെക്രട്ടറി ജില്ലാ കളക്ടറുമായും അതോടൊപ്പമായും പോലീസ് സൂപ്രണ്ടുമായും നിരന്തരം കാര്യങ്ങൾ തിരക്കി അതുമായി ബന്ധപ്പെട്ട് തുടർ നടപടി ഏതൊക്കെ രീതിയിൽ സ്വീകരിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. കോഴിക്കോട് ജില്ലാ കളക്ടറെ കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ വേണ്ടി നേരത്തെ തന്നെ മന്ത്രി മുഹമ്മദ് റിയാസും ചുമതലപ്പെടുത്തിയിരുന്നു. ഏതായാലും ഈ കർണാടകയിലെ ഷിരൂരിലെ ദേശീയപാതയിലാണ് കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള അർജുൻ കുടുങ്ങിക്കിടക്കുന്നത്. ഈ വിഷയത്തിൽ എല്ലാ തരത്തിലുള്ള ഇടപെടലും ഉറപ്പാക്കുക എന്നുള്ളൊരു നിർദ്ദേശം തന്നെയാണ് മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറിക്ക് നൽകിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കർണാടകത്തിലെ ചീഫ് സെക്രട്ടറിയുമായും അടക്കം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തുടർ നടപടികൾ ഏത് രീതിയിൽ ഇനി തുടർ നടപടികൾ സ്വീകരിക്കണം, സംസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ആവശ്യമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ആശയവിനിമയം കൃത്യമായ രീതിയിൽ നടക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെയാണ് കാര്യങ്ങൾ ഏകോപിപ്പിക്കുവാൻ വേണ്ടി കോഴിക്കോട് ജില്ലാ കളക്ടറെ കൂടി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ശരി, ഷീജ പറഞ്ഞതുപോലെ തന്നെ എന്തായാലും അടിയന്തര ഇടപെടലിന് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം ഉണ്ടായിരിക്കുകയാണ്. ചീഫ് സെക്രട്ടറിയാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ചീഫ് സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ ഈ ഒരു നിർദ്ദേശത്തെ തുടർന്ന് സംഭവ സ്ഥലത്തെ ജില്ലാ കളക്ടറുമായും അതോടൊപ്പം തന്നെ അവിടുത്തെ പോലീസ് സൂപ്രണ്ടുമായും ഒക്കെ ബന്ധപ്പെടുന്നുണ്ട്.